ഇനി ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ടാക്സോ ലോണിന്റെ ആവശ്യക്കാരാണെങ്കിൽ ഫുള്ള് ലോണും കിട്ടും. എന്തായാലും ആ ഒരു ഡേറ്റ് നോക്കി വെക്കാം നിങ്ങൾ. അതിനുശേഷം എത്രത്തോളം വർഷം കഴിഞ്ഞു നോക്കിയാൽ 2022 ലാസ്റ്റിൽ എത്ര 60,000 50,000 അങ്ങനത്തെ സർവീസ് ഉണ്ട്. 2018 VDI സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വാഹനമാണ്, ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, മറന്നുകൊണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അതാണ് ഈ ഒരു വിലക്ക് കിട്ടുന്നത്. 2015 മോഡൽ. 15. ഓക്കെ, ഡീസൽ വാഹനം. മൈലേജ് ഉണ്ടാവും ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, ഈ പറഞ്ഞ വിലയിൽ പേപ്പറും പേപ്പർ ടാക്സോ റിന്യൂവൽ നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും. പുതിയ എടുത്തു തരുന്നതാണ്, ഒന്നും നോക്കാനില്ല. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു അടിപൊളി 7 സീറ്റർ വാഹനങ്ങളുടെ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതായത് ഇന്നോവ ക്രിസ്റ്റകൾ, അതേപോലെ തന്നെ ഫോർച്യൂണർ, പിന്നെ ചെറുവാഹനങ്ങളുണ്ട്. അപ്പോൾ വന്നിരിക്കുന്ന ഷോറൂം PMA കാസ് ആണ്. അൻവർ ഭായ് നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മൊറയൂർ. കാലിക്കറ്റ് ഭാഗത്ത് നിന്ന് വരുമ്പോൾ മൊറയൂർ സ്റ്റാർട്ടിങ്, മൊറയൂർ തുടക്കത്തിൽ. ഓക്കെ, മലപ്പുറം ഭാഗത്ത് നിന്ന് വരുമ്പോൾ മൊറയൂരിന്റെ എൻഡ്, കോത്തുവെട്ടിപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. കോത്തുവെട്ടിപ്പാറ. ഓക്കെ, കോത്തുവെട്ടിപ്പാറ ഹൈവേ തന്നെ കാണാൻ പറ്റും, മെയിൻ ഹൈവേ തന്നെയാണ്, സൈഡിൽ തന്നെയാണ് PMA കാസ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. മുന്നേ നമ്മൾ ഇവരുടെ കുറച്ച് പ്രീമിയം വണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വള്ളോംപുറത്ത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ലെജൻഡറൊക്കെ വെച്ചിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് തരിക, ഒക്കെ തരിക. പിന്നെ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള PMA കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ നമ്പർ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി ഒരു ഹായ് അയച്ചാൽ മതി, കാറ്റലോഗ് വരും. പുതിയ സ്റ്റോക്കും കാര്യങ്ങളും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒരുപാട് പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹായ് അയച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് കാറ്റലോഗ്, ലൊക്കേഷന്, ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് എല്ലാം കിട്ടും. ഒരു ഹായ് അയച്ചാൽ ഓക്കെ, ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ. വേറെന്താ, വണ്ടികളെ പറ്റി എല്ലാം ഉറപ്പാണല്ലോ, ഉറപ്പിച്ച് കൊടുക്കാമല്ലോ നമുക്ക്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. റീപ്ലേസ് ഉള്ളത് നമ്മൾ ഉണ്ട് എന്ന് പറയും. ആക്സിഡന്റ് ആണെങ്കിൽ ആക്സിഡന്റ് എന്ന് പറയും. ഫ്ലഡ് ആണെങ്കിൽ ഫ്ലഡ് എന്ന് പറയും. ആക്സിഡന്റ് ആണെങ്കിൽ ആക്സിഡന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. ഫ്ലഡും പിന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അതിനുള്ള ഗ്യാരണ്ടി വാറണ്ടി നമ്മൾ കമ്പനി ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക്. ഓരോ വാഹനത്തിനും അതിന്റെ പ്രശ്നങ്ങളുടെ അതിൻ്റെതായ വിലക്കുറവ് കൊടുക്കാം. അതെ, കുറച്ച് കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഹ്യുണ്ടായ് i20 തുടങ്ങാം, എന്നിട്ട് നമുക്ക് വലുതിലേക്ക് പോകാം. KL 33 രജിസ്ട്രേഷനുള്ള എലൈറ്റ് ഷേപ്പ് i20 ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷണൽ ഡീസൽ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം. ഏതാ മോഡൽ? 2015 മോഡൽ. 15. ഓക്കെ, ഡീസൽ വാഹനം. മൈലേജ് ഉണ്ടാവും ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. മെയിൻ ക്ലാസ് അടക്കം റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ, 1 lakh above കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 5,10,000 ആണ്. 5-10 ആസ്റ്റ ഓപ്ഷനിൽ അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഡീസലാണ് 5,10,000 രൂപയ്ക്ക് 1 lakh above ഓടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. മേജറായിട്ടുള്ള ആക്സിഡൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ടയേഴ്സ് ഭാഗങ്ങൾ എങ്ങനെ? ടയറൊക്കെ അത്യാവശ്യമുണ്ട്, അത്യാവശ്യം ആവറേജ് ടയേഴ്സ് ഉണ്ട്. കുഴപ്പമില്ലാത്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഡീസൽ വാഹനം മൈലേജിൽ നല്ലൊരു പവർഫുൾ വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് അല്ലേ. ഇവിടെ തന്നെ ഷോറൂം എവിടെയെങ്കിലും ഉണ്ടോ? ഹ്യുണ്ടായ് ഷോറൂം ഒക്കെ അടുത്തുണ്ടല്ലോ, കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അപ്പോൾ 5 ലക്ഷം ലോൺ എത്ര കയറും? ലോണ് മാക്സിമം കയറും ഒരു 4-4.5 കയറേണ്ടതാണ്. 19,000 രൂപ ഇറക്കാം. ഒരു 4 ലക്ഷം എന്തായാലും കയറും. പ്രൊഫൈലിനനുസരിച്ചാണ് ലോൺ, വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് 5 പറഞ്ഞത് 5,10,000 ആണ്. 5-10 സോറി 5-10 ആണ്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഒരു 4 വരെ കയറുകയാണെങ്കിൽ 10-60,000 കണ്ടാൽ ഒരു ഡീസൽ വാഹനം സ്വന്തമാക്കാം. i20 അടുത്ത വണ്ടിയിലേക്ക്. ഇതാ വീണ്ടും ഒരു i20 ആണ്. ഇത് KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷനുള്ള നമ്പറാണ് 007. പുതിയ ടയറാണ്, പുതിയ ഇൻഷുറൻസ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. എലൈറ്റ് തന്നെയാണ് ഷേപ്പ്. മോഡൽ ഏതാ? 2015 മോഡൽ ആസ്റ്റ. സെയിം മോഡൽ ആസ്റ്റ അല്ല, പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ. ഓക്കെ, നേരത്തെ കണ്ട ഡീസൽ ആയിരുന്നു, ഇത് പെട്രോൾ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 95. ഓക്കെ, പെട്രോൾ എന്ന് പറയുമ്പോൾ മൈലേജ് കുറച്ച് കമ്മിയാവും. പക്ഷേ പെർഫോമൻസ് സർവീസ് എല്ലാം അതുപോലെ തന്നെയാണ്, നല്ല പെർഫോമൻസ് ആണ്. മൈലേജ് കമ്മിയാവും. ഇതിൽ നല്ല സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. 4 പുതിയ അത്യാവശ്യം കട്ടുള്ള നല്ല ടയേഴ്സാണ്. ഒരു 75 അബൌട്ട് കട്ടുള്ള ടയേഴ്സാണ്. വേറെ ഇപ്പോൾ എടുത്ത പാടൊന്നും പണിയൊന്നും ചെയ്യാനല്ലോ. പുതിയ ഇൻഷുറൻസ് ആണ്. ജസ്റ്റ് സർവീസ് ആയിട്ട് ഓടിക്കാം. സർവീസ് കഴിഞ്ഞാണ് ഇപ്പോൾ. കഴിഞ്ഞടക്കാം 90,000 ഇപ്പോൾ സർവീസ് 90,000 സർവീസ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, എടുക്കുക ഓടിക്കുക, അത്രയേ ഉള്ളൂ. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്, ഒന്നും നോക്കാനില്ല. എത്ര ഇപ്പോൾ? സിംഗിൾ ഓണർ വണ്ടിയാണ്. ചോദിക്കുന്നത് 5 ലക്ഷമാണ്.
സെയിമാ അത് രണ്ടിനും? 510 അത് 1 ലക്ഷത്തിന്റെ മേലെ ഓടിയിട്ടുണ്ട്. ഇത് 1 ലക്ഷത്തിന്റെ താഴെ ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ്. 5 ലക്ഷമാണ് ചോദിക്കുന്നത്, അത് 510 ആണ്. ഇതിന് റേറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിലും നേരത്തെ പറഞ്ഞ ലോൺ കിട്ടൂലേ? ലോൺ കിട്ടും, മാക്സിമം കിട്ടും. ഓക്കെ. i20 ഒക്കെ അത്യാവശ്യം ലോൺ കയറുന്ന വണ്ടിയാണ്. അങ്ങനെ നമുക്ക് ഇന്നോവ തുടങ്ങാം. ആദ്യത്തെ ഇന്നോവയാണ് കേരളത്തിലേക്ക് NOC വന്നിട്ടുണ്ട്. എവിടെയായത്? മലപ്പുറത്തേക്ക് നമ്പർ ആയിട്ട് KL 10 NOC എടുത്ത് വെച്ചേക്കാണ്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2014 മോഡലാണ് വണ്ടി. കിലോമീറ്റർ റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. നമ്മൾ പറയുന്നില്ല, 1.40 ഒക്കെ കാണിക്കും. ചിലപ്പോൾ കറക്റ്റ് ആയിക്കോണം, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്, ചെറിയ റീപെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ബമ്പറൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരു വണ്ടി എന്തായാലും നമ്മൾ ചെയ്യുമല്ലോ. ഓക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വൃത്തിയാക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2014 മോഡല് വിത്ത് കേരള നമ്പർ ആക്കിയിട്ട് 7,90,000. 14 G4 G4 790 കേരള നമ്പർ ആക്കിയതിന് ശേഷമാണ് NOC-യിലല്ല. ടാക്സ് അടച്ചാൻ കൊടുത്തിട്ടുണ്ട്. അടക്കാൻ കൊടുത്തു അല്ലേ? NOC-യിലാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ ഒരു 1.5 കുറഞ്ഞിട്ട് കിട്ടിയാണ് അല്ലേ? 1 ലക്ഷം കുറഞ്ഞിട്ട് കിട്ടിയാണ്. ഇത് കേരള നമ്പർ ആക്കിയതിന് ശേഷമുള്ള വിലയാണ്. ഓക്കെ, ആക്കിയതിന് ശേഷമേ ലോണും കിട്ടത്തുള്ളൂ. വേറെ പണിയൊന്നുമില്ലല്ലോ? വേറെ മേജർ വിഷയങ്ങളൊന്നുമില്ല. കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ തന്നെ ഉണ്ടല്ലേ കമ്പനി? വർക്ക്ഷോപ്പിലാണെങ്കിൽ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാം, കമ്പനിയിലാണെങ്കിൽ കമ്പനിയിലൊക്കെ കൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെ 20 കിലോമീറ്റർ ഉള്ളൂ. ഉണ്ട്. ഓക്കെ, അപ്പോൾ 2014 G4 ഇന്നോവയാണ്. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അടുത്ത വണ്ടി അടുത്ത ഇന്നോവ. ഇത് KL 84 കൊണ്ടോട്ടിയില്ല, 84 രജിസ്ട്രേഷൻ കഴിഞ്ഞ വാഹനമാണ്. പറഞ്ഞോളൂ. 30 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് ഉണ്ട്. മാക്സിമം 7,000 ലോണും കിട്ടും. 2015 മോഡലാണ്. തേർഡ് ഓണറാണ് വണ്ടി. G4 മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. ഇതുപോലെ തന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് വണ്ടി ആയതുകൊണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ മേജറായിട്ടുള്ള ഒരു പരിക്കില്ലല്ലോ. മേജറായിട്ട് ഇത് നമ്മൾ ആസ്ക് ചെയ്യണത് 8,40,000. കേരള വണ്ടി ആയി കഴിഞ്ഞു. 2015 G4 ഇന്നോവയാണ്. 8,40,000 കേരള നമ്പർ ആയ വണ്ടിയാണ്. അതാ പറഞ്ഞത്, ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. 8,45 നിങ്ങൾക്ക് 7,7.5 വരെ ലോണും കിട്ടുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി IDV ഉള്ള ഇൻഷൂർ പുതിയത് എടുത്തിട്ടുണ്ട്. കേരള ഇൻഷുറൻസ് 9 ലക്ഷം IDV ഉള്ള ഇൻഷുറൻസ് എടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. വേറെ പണികൾ ഇപ്പോൾ ഇല്ലല്ലോ. ഒന്നും നിലവിൽ മേജർ വർക്കുകളൊന്നും പെന്നി വർക്കൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സാണ്. അത്യാവശ്യം ഓടാനുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇന്നോവ ക്രിസ്റ്റയിലെത്തിയിരിക്കുകയാണ്. ഒരു വൈൻ റെഡ് കളർ KL 10 രജിസ്ട്രേഷൻ ആയതാണോ ഇത്? ഒറിജിനൽ കേരള വണ്ടിയാണ്. രജിസ്ട്രേഷൻ ആയല്ല, കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ സൈഡിൽ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്. ഷോറൂം ഹിസ്റ്ററിയിലുണ്ട്, ക്യാഷ് ലോസ് ഉണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണറാണ്. ഓക്കെ, നല്ല ഒറിജിനൽ കേരള ആണ്. സെക്കൻഡ് ഓണറാണ്. ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിക്ക് ഏകദേശം 18 ലക്ഷം മാർക്കറ്റ്. ഏതാ മോഡൽ? 17 മോഡൽ. G4 ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ്. ആക്സിഡന്റ് ഇല്ലെങ്കിൽ എത്രയാ പറഞ്ഞത്? 18 ലക്ഷം മാർക്കറ്റ്. ഇത് നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ എയർ ബാഗ് ഒന്നും ഔട്ട് ആയിട്ടില്ല, നല്ല കണ്ടീഷനാണ്. ഇപ്പൊ നിലവിൽ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. എവിടെ വേണ്ടേ ചെക്ക് ചെയ്യാം. നമ്മൾ ചോദിക്കുന്നത് 15.5 ലക്ഷമാണ്. 15. അപ്രോണ് കിട്ടിയിട്ടുണ്ടോ? അപ്രോണ് ഈ സൈഡ് ഹെഡ്ലൈറ്റിന്റെ പാനൽ മാത്രമേ. അപ്രോണിന്റെ ബാക്കിലോട്ട് പോയിട്ടില്ല അല്ലേ? ആ സൈഡിൽ അടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 15,50,000 രൂപയ്ക്ക് വർക്ക് പുറത്തുനിന്നാണ് എടുത്തത്. 2017 ഇന്നോവ ക്രിസ്റ്റ G4 ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. കിലോമീറ്റർ ഓക്കെ അല്ലേ? എത്ര കിലോമീറ്റർ? 2 ലക്ഷം. 2 ലക്ഷം. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോൺ എത്ര കയറില്ല? ഫുൾ ലോൺ 15 ലക്ഷം ഒക്കെ കയറും. അടുത്തതാ ഒരു അഡാർ ഐറ്റം മെഴ്സിഡസ് ബെൻസ് S-Class വാഹനമാണ്. KL 7 രജിസ്ട്രേഷനുള്ള വാഹനം. കേരള വണ്ടി തന്നെയല്ലേ? റിയ ഏതാ? ഓക്കെ, പറഞ്ഞോളൂ. ഇത് മേബാക്കിന്റെ അല്ല AMG കിറ്റൊക്കെ കയറ്റിയ വണ്ടിയാണ്. ബാക്ക് ഫ്രണ്ട് ഒക്കെ. ഓക്കെ, 2009 S-Class പെട്രോൾ 350 പെട്രോൾ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. മേജർ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, പുതിയ റിന്യൂവൽ ടാക്സ് 3-4 മാസം സമയമുണ്ട്. നമ്മൾ വേണമെങ്കിൽ പുതിയത് എടുത്ത് കൊടുക്കാം. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് തരാൻ പറ്റും നിങ്ങൾക്ക്. ആസ്ക് ചെയ്യണത് 64,000 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇന്റീരിയർ ഒക്കെ കണ്ടിട്ട് പെട്രോൾ ആണല്ലോ വണ്ടി, ജനുവിനാണ് തോന്നുന്നുണ്ട്. ഓക്കെ, തേർഡ് ഓണറാണ്. 6,85,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 6,85 ഒരു S-Class ബെൻസ് പെട്രോൾ വാഹനം. ബ്ലാക്ക് കളർ നല്ല ക്ലീൻ വണ്ടിയാണ്. S350 ആണ്. കേരള വണ്ടി ആയി കഴിഞ്ഞാൽ ഈ പേപ്പർ എടുത്തതിന് ശേഷമുള്ള വിലയാണ് പറയുന്നത്. പേപ്പർ എടുത്ത് കൊടുക്കാം, പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. ആ പറഞ്ഞ വിലയ്ക്ക്? അതെ. ഓക്കെ, ഈ പറഞ്ഞ വിലയിൽ പേപ്പറും 5 വർഷത്തെ പേപ്പർ ടാക്സോ റിന്യൂവൽ നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും. പുതിയ എടുത്ത് തരുന്നതാണ്. ഒന്നും നോക്കാനില്ല. അങ്ങനത്തെ ഒരു പ്രൈസാണ്. പിന്നെ ഇതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കൊണ്ടുനടക്കുന്ന വണ്ടികളാണ്. ഇങ്ങനെ കൊണ്ടെടുക്കണേനും പ്രശ്നമില്ല. ഇത് നല്ല നീറ്റാണ് വണ്ടി. AMGന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലെ സൈലൻസറൊക്കെ 4 സൈലൻസർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വേറൊന്നും കണ്ടിട്ട് ഇതൊന്നും എടുക്കരുത്. മൈലേജോ അങ്ങനത്തെ കണ്ടിട്ട് എടുക്കരുത്. ഒരു പോസ്റ്റ് ലുക്കിൽ കുറച്ച് കൊണ്ടു നടക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ
ലോൺ കിട്ടുമോ ഇതിൽ? ചാൻസ് ഇല്ല. ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. മെയിൻ്റനൻസ് ഒക്കെ ആ രീതിക്ക് ഉണ്ടാവും. അതൊക്കെ കണ്ടിട്ട് വേണം. 18 ലക്ഷം IDV ഉണ്ട്. ബമ്പർ ടോമ്പർ ഇൻഷുറൻസ് ആണ് വണ്ടി. ബമ്പർ ടോമ്പർ ഇൻഷുറൻസ് ആണ്. 18 ലക്ഷം IDV ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് പെട്രോൾ വാഹനം. താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ വീണ്ടും ഇന്നോവയിലേക്ക് വന്നു. ഇന്നോവയിൽ 3 ഒരേ സെയിം കളറാണ്, ഗ്രേ കളറാണ്. ഇത് KL10 റിയ ആയതാണ് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ്? 2015 മോഡൽ, സെക്കൻഡ് ഓണർ, കേരള നമ്പർ ആക്കിയിട്ട് നമ്പർ ആയിട്ടുണ്ട്. 8,60,000. 2015 സെക്കൻഡ് ഓണർ G4 അല്ലേ? 8,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വേറെ പണിയുണ്ട് ഇപ്പോൾ? മേജർ വിഷയങ്ങളൊന്നുമില്ല. ഇതിൽ എന്താ വർക്ക് എടുത്തിട്ടുണ്ടോ? റീപെയിന്റ് ഒക്കെ റീപെയിന്റ് കയറിയിട്ട് അടിയൊന്നും വന്നില്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ലോൺ എത്ര കയറില്ല? ലോൺ 8 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ കയറും. 8 ലക്ഷത്തിൻ്റെ അടുത്ത് ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. ഒരു 10-12 മൈലേജ് ഉണ്ടാവും അല്ലേ? ഇന്റർകൂളറാണ്. 12-13 കിട്ടാൻ ചാൻസ് ഉണ്ട് മൈലേജ്. ഓക്കെ, കാണിച്ച എല്ലാ വണ്ടി ഇന്റർകൂളറല്ലേ? ഒരു വിധം 90% ഇന്റർകൂളറാണ്. റീ വരുന്ന എല്ലാ വണ്ടികളും അല്ലേ? കേരള വണ്ടികളാണ് ഇന്റർകൂളർ അല്ലാതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഇന്നോവയാണ്. ഇതും KL10 റീ ആയതാണ് അല്ലേ? 2015 മോഡൽ. ഓക്കെ, സെയിം ആണ്. G3 കൺവേർട്ടഡ് G4 ആണ്. ഓക്കെ, G3 മാറിയാണ്. ABS ഉണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ടാവും. സെൻട്രൽ AC, എയർ ബാഗ്, എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, ABS ബ്രേക്ക് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. 2015 മോഡൽ. ഓക്കെ, 2015 ഓട്ടം എത്ര കാണിക്കുന്നത് ഇപ്പോൾ? ഓട്ടം ഇതിൽ കാണിക്കുന്നത് 1.20 സംതിങ് എത്രയാണ്? 1,20,000 മീറ്ററിൽ കാണിക്കുന്നതാണ്, ഉറപ്പിച്ച് പറയുന്നില്ല. രജിസ്റ്റേർഡ് വണ്ടിയാണ്, നമ്മൾ അറിയാത്ത. ഓക്കെ, വേറെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ക്ലെയിം? മേജർ ഇല്ല, മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. ഒരുവിധം വണ്ടികൾക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, പുറത്തുള്ള വണ്ടികൾ. അത് പറഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, എന്താ പുറത്തുള്ള വണ്ടികളെന്നൊക്കെ ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് വരുന്നത്. അത് അങ്ങനെയല്ല, കാണുന്ന ഒരുവിധം വണ്ടിയൊക്കെ കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. എങ്ങനെയാണ് ഓട്ടുന്നതെന്ന് പറഞ്ഞുകൂടാ. ഹിസ്റ്ററി ഉണ്ടാവോ? ഹിസ്റ്ററി RC-ന്റെ കോപ്പി നമുക്ക് അയച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 10-20 ഇന്നോവകളുണ്ട്. എല്ലാത്തിൻ്റെ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ എത്രത്തോളം ഹിസ്റ്ററി കിട്ടുന്നുള്ളേ അറിയില്ല, കാരണം ചിലപ്പോൾ പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും നോക്കാം. ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് 2015 ഇന്നോവ കൊടുത്തു. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. 90,000 കിലോമീറ്റർ ഉള്ളൂ. മീറ്ററിൽ 80-90,000 തന്നെ ഉള്ളൂ. ഞാൻ കസ്റ്റമറോട് കിലോമീറ്റർ ജനുവിൻ അല്ലാന്ന് കൊടുത്തു. കോട്ടയത്തേക്കാണ് കൊടുത്തത്. പക്ഷെ വണ്ടി കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു കറക്റ്റ് ജനുവിൻ സർവീസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ചിലത് അങ്ങനെ വരുന്നുണ്ട്, ചിലത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയായിരുന്നു? ഇത് 8 ലക്ഷം ആസ്ക് ആണ്. 8 ലക്ഷം ഫുള്ള് ലോണും കിട്ടും വണ്ടി. G3 ഇന്നോവ 2015 G4 അല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഏകദേശം അത്ര തന്നെ ലോണും കിട്ടും. ഓക്കെ, വീണ്ടും KL10 തന്നെ, സെയിം കളർ, സെയിം ഇന്നോവ. 2014 മോഡൽ, റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഓക്കെ, 14 നമ്പറായ വണ്ടിയാണ്. ഒരു ബോണറ്റ്, മെയിൻ ഗ്ലാസ്, ഹെഡ്ലൈറ്റിൻ്റെ ഈ പാനൽ ഷോറൂമിൽ നിന്ന് റീപ്ലേസ് ഉണ്ട്. ഷോറൂമിൽ നിന്നാണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനകത്ത് കാണിക്കുന്നത് 80,000 ആണ്. അതിലും കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. കൺഫേം ആണ്, നമുക്ക് വണ്ടി കണ്ടാൽ അറിയാൻ കഴിയും. ഒരു 1-1.5 ഓടിയിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. 2014 വിത്ത് കേരള നമ്പറായ വണ്ടി. പൊതുവിലെ മാർക്കറ്റ് എല്ലാവർക്കും അന്വേഷിച്ചാൽ 8 ലക്ഷമാണ് മാർക്കറ്റ്. ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 6,90,000. 6,90,000 2014 കേരളത്തിലായി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ടാക്സോ ലോണിന്റെ ആവശ്യക്കാരാണെങ്കിൽ ഫുള്ള് ലോണും കിട്ടും. ഇപ്പോൾ ഷോറൂമിൽ നിന്നാണ് റീപ്ലേസ് ചെയ്തത്. ബോണറ്റ്, ഹെഡ്ലൈറ്റ്, മെയിൻ ഗ്ലാസ്, കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷൻ. ടച്ചപ്പ് കയറിയിട്ടുണ്ടല്ലേ? ടച്ചപ്പ് കയറി പിന്നെ ഉണ്ട്. ഓക്കെ, ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് എടുത്തെടുത്ത് പറയാത്തത്. അത്യാവശ്യം എല്ലാത്തിനും ടയേഴ്സ് ഉണ്ട്. ഫുൾ ഓണിൽ നിങ്ങൾക്ക് 2014 G4 ഇന്നോവ സ്വന്തമാവും. അങ്ങനെ ഇന്നോവ മാറി നമ്മൾ ഫോർച്യൂണറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോർച്യൂണർ KL10 ഇതും റീ ആയതാണോ? നമ്പർ ആയിട്ടുണ്ട്, ആയതാണ്. ഓക്കെ, പറഞ്ഞോളൂ. 2014 മോഡൽ, സെക്കൻഡ് ഓണർ. ഇവിടെ കേരളത്തിലേക്ക് നമ്പർ ആയപ്പോൾ സെക്കൻഡ് ഓണർ. നിലവിൽ സിംഗിൾ ഓണർ ആയിരുന്നു. ഇവിടെ നമ്പർ ആയപ്പോൾ സെക്കൻഡ് ഓണർ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് റെക്കോർഡ് ഉണ്ട്. 4x4 മാനുവലാ? 2 വീൽ മാനുവൽ, ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. 2014 വാഹനമാണ്. 14 മോഡൽ. ഇതിലെന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇതിൽ ഇല്ല, മേജർ വിഷയങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം മാറിയാൽ ബോണറ്റ് അങ്ങനത്തെ ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. 2014 സോറി മെയിൻ ഗ്ലാസും ഉണ്ട്, ബോണറ്റും ഉണ്ട്. ബോണറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, മെയിൻ ഗ്ലാസ്, ബോണറ്റ്. വേറെ ഉള്ളിലേക്കൊന്നും കിട്ടിയില്ലല്ലോ? വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഷോറൂമിൽ തന്നെയാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. മെയിൻ ഗ്ലാസും ബോണറ്റ് ഷോറൂമിൽ തന്നെ. ഷോറൂം ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ കാണുമല്ലോ. എത്ര ഓട്ടം കാണിക്കുന്നത്? 2 ലക്ഷം. 2,15,000. 2,15 2014 2 വീൽ ഓട്ടോമാറ്റിക് ഇന്നോവ ഫോർച്യൂണർ, ടൊയോട്ട ഫോർച്യൂണർ. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് വാഹനം. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 13,90,000 കൊടുക്കാം. 13,90,000 അല്ലേ? കേരള നമ്പറുള്ള റേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. ഒരു 14 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ലോൺ 12.5 വരെയൊക്കെ 13 വരെയൊക്കെ ലോൺ കിട്ടും.
കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റ വൈൻ റെഡ് ആണ്. KL84 രജിസ്ട്രേഷൻ കാണുന്നുണ്ട്. കേരള വണ്ടിയാ? കേരള റിയാണ്. റിയായതാണ്. ഓക്കെ, പറഞ്ഞോളൂ. കേരളത്തിൽ നമ്പർ ആയ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പോലെ 14 ലക്ഷം. മോഡല് സെക്കൻഡ് ഓണർ. മോഡൽ 17 മോഡൽ 2017 സെക്കൻഡ് ഓണർഷിപ്പ് G4 മാനുവൽ. G4 മാനുവൽ ആണ്. നമ്മളൊരു ഓട്ടോമാറ്റിക് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് 60,000 കിലോമീറ്റർ ആണ് സർവീസ് ഹിസ്റ്ററി എടുത്തപ്പോൾ കിട്ടിയത്. ഒരു കസ്റ്റമർ എടുത്തിട്ട് അവർ പറഞ്ഞ് 60,000 2022-23 60,000 കിലോമീറ്റർ. ഇതിന് കാണിക്കുന്ന 70,000 അടുത്താണ് കാണിക്കുന്നത്. ഓക്കെ, സർവീസ് ഹിസ്റ്ററി എങ്ങനെയാണുള്ളത്? കിലോമീറ്റർ ജെനുവിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഓക്കെ, 2017 മോഡലാണ്. 17 മോഡൽ 70,000 കിലോമീറ്റർ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത്ര നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല, ഉറപ്പില്ല. ഓക്കെ, എന്തായാലും ആ ഒരു ഡേറ്റ് നോക്കി വെക്കാം നിങ്ങൾ. അതിനുശേഷം എത്രത്തോളം വർഷം കഴിഞ്ഞ് നോക്കിയാൽ 2022 ലാസ്റ്റിൽ എത്ര 60,000 50,000 അങ്ങനത്തെ സർവീസ് ഉണ്ട്. 22 ലാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ടോ? ചിലപ്പോൾ 1 lakh ഓടിയിട്ടൊക്കെ തിരിച്ചായിരിക്കും, പറയാൻ പറ്റൂല. ഓക്കെ, എന്തായാലും മേജർ ആയിട്ടുള്ള ക്ലെയിം എന്തെങ്കിലും? മേജർ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഒന്നുമില്ലല്ലോ. അടി പരിക്കെല്ലാം നോക്കിയല്ലോ? അതൊക്കെ നോക്കിയതാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇൻഷുറൻസിലും നോക്കിയാൽ കിട്ടും. നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഏതെങ്കിലും ഇതിൽ ഇൻഷുറൻസ് വെച്ചിട്ട് ചെക്ക് ചെയ്താലും. മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാരണ്ടിയാണ് തിരിച്ചെടുക്കണം. ഫ്ലഡ് അല്ല എന്ന് പറഞ്ഞ് കൊടുത്താൽ നമ്മൾ ഫ്ലഡ് ആണെന്ന് പറഞ്ഞ് കൊടുക്കണ വണ്ടിയുണ്ട്. അതില്ല, ഇത് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് എന്നുണ്ടെങ്കിൽ അത് കൊടുത്ത പൈസക്ക് നമ്മൾ തിരിച്ചെടുക്കും. അയാൾക്ക് ചിലവായ പൈസ നമ്മൾ തിരിച്ചെടുക്കും. ഇങ്ങോട്ട് പോക്കും വരവല്ല പൈസ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് ഒരു പോക്കിന് വരവിന് ചിലവില്ല, ആ പൈസ വരെ തിരിച്ചെടുക്കും. അതെ, ഒരു ദിവസത്തെ മെനക്കെടുന്ന് വെച്ചാൽ ഭയങ്കരമാണ്, ജോലി ഉപേക്ഷിച്ച് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്രയാ ചോദിക്കുന്നത്? ഇത് 15.5 ലക്ഷമാണ് ചോദിക്കുന്നത്. 15,50,000 2017 മാനുവൽ G4 ക്രിസ്റ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ലോൺ ഒരു 12-13 വരെയൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചെറിയ വാഹനങ്ങൾ വീണ്ടും കാണാം. i10 ഗ്രാൻഡ് ആണ്. KL10 രജിസ്ട്രേഷൻ അല്ല, KL7. 7 ഓക്കെ, 7. ഓക്കെ, പറഞ്ഞോളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2016 മാഗ്ന പെട്രോൾ, 17 രജിസ്ട്രേഷന്. 16 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന മാഗ്ന സിംഗിൾ ഓണർ. സ്റ്റാർട്ടിംഗ് അല്ല, മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും അല്ലേ? എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓട്ടോ എത്ര പോയി? ഓട്ടം 1,15,000. ഓക്കെ, 16 മോഡൽ 17 രജിസ്ട്രേഷൻ. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. മേജർ എന്തെങ്കിലും പരിക്കുണ്ടോ? മേജർ ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒരു ആക്സിഡന്റും ഇല്ല, ഒന്നുമില്ല. ക്ലീൻ ആണ്. ഓക്കെ, വണ്ടി ഇപ്പോൾ ഉള്ളൊരു ഒന്ന് പോളിഷ് ചെയ്തെടുക്കേണ്ടി വരും അല്ലേ ഇപ്പോൾ ഉള്ളൊരു കോലത്തിൽ? ഓക്കെ, മൈലേജ് ഒരു 13 to 16 റേഞ്ച് മൈലേജ് കിട്ടും. പെട്രോളാണ്. 12 മുതൽ 16 വരെ പറയാം. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? നമുക്കൊരു 3,15,000 കൊടുക്കാം. 3,15 16 മോഡൽ 17 രജിസ്ട്രേഷൻ മാഗ്ന i10 ഗ്രാൻഡ് സ്വന്തമാക്കാം. 1.5 ജോഡി സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഓക്കെ, വേറെ മേജറായിട്ടുള്ള ഒരു പരിക്കോ കാര്യങ്ങളോ? ഗ്ലാസോ ബോണറ്റോ ഒന്നുമില്ല. ഒരു 2.25 വരെയൊക്കെ ലോൺ കിട്ടും. 2.25 ഇതിനൊക്കെ ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. പ്രൊഫൈൽ റെഡി ആണെങ്കിൽ 2.25 എന്തായാലും കിട്ടണ്ടേ? എന്തായാലും കിട്ടും അല്ലേ? ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വാഹനം. 3-3.5 ലക്ഷം ഐ ഡി ഉണ്ട്. അപ്പോൾ ഫുൾ ലോൺ ചാൻസ് ഉള്ള വാഹനമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത വണ്ടി ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഒരു റെഡ് സ്വിഫ്റ്റ്, ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. KL76 കോഴിക്കോട് റീ രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, നന്മണ്ടയാണ്. കോഴിക്കോട് നന്മണ്ടക്കാണ് റീ രജിസ്ട്രേഷൻ ആയത്. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, ഓപ്ഷൻ ഏതാ? VDI ഓട്ടോമാറ്റിക്. മിഡിൽ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് കാറാണ്. 2000 റീപ്ലേസ്മെന്റ് ഉണ്ട്. 17 പറഞ്ഞ 18 സോറി, ബോണ്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും? റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ആണ് ഇതിൽ കാണിക്കുന്നത്. പുറത്ത് വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഉറപ്പ് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. സ്വിഫ്റ്റ് ആണ്, നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് 20 കിലോമീറ്റർ എന്തായാലും. ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്. നല്ല മൈലേജ് ഉണ്ട്. നല്ല മൈലേജ് ഉണ്ടാവും. ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്നില്ല, ഓട്ടോമാറ്റിക് ആണ്. AMT ആണ് വരിക. അതുകൊണ്ട് തന്നെ വലിയ മൈലേജ് ഷോട്ട് വരില്ല. 20 എന്തായാലും കിട്ടില്ല. ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനം 2018 VDI. നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് 5 ലക്ഷം IDV. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കും? നമ്മൾ 5,25,000 ആസ്ക് ചെയ്യുന്നത്. 5.25 ലക്ഷം രൂപ 2018 VDI സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. റീ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വാഹനമാണ്, ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, മറന്നുകൊണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതാണ് ഈ ഒരു വിലക്ക് കിട്ടുന്നത്. ഫുൾ ഓൺ കിട്ടുമോ? മാക്സിമം കിട്ടേണ്ടതാണ്. ഫുൾ ഓൺ കിട്ടേണ്ടതാണ്. പ്രൊഫൈൽ റെഡി ആണെങ്കിൽ 5 ലക്ഷം എന്തായാലും കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് ചെറുവണ്ടികളും കുറച്ച് 7 സീറ്ററും ഒക്കെ ആയിട്ട് തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. അയച്ചാൽ മതി. കാറ്റലോഗിൽ കുറേ വണ്ടികൾ ഡീറ്റെയിൽ വേറെ ഉണ്ട്. ഇനിയും സ്റ്റോക്കുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിയം വണ്ടികളൊക്കെ ലഭ്യമാണ്. എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഹായ് വിട്ടാലും നമ്പറിൽ നമ്മൾ മുകളിൽ കൊടുത്ത നമ്പറിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഇനി ഇതുവരെയും കണ്ടിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ചെയ്യാം.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈപ്പ് വണ്ടികളാണ് അല്ലേ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് തന്നെ ഷോറൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പുള്ളി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ചെയ്തു തരുന്നതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. അനൂർ ഭായ്, നന്ദി. ബൈ.